അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീൻ 56-ാമത്തെ ബാബ്. ദുനിയാവിൽ നിന്ന് വലിയ ആഡംബരങ്ങളെ ഉപേക്ഷിച്ച് സരള ജീവിതം നയിക്കുക, അതിലെ ശ്രേഷ്ഠതയെ വിവരിച്ച് വന്നുകൊണ്ടുള്ള അതിൽ കുറേ ഹദീസിനങ്ങ് വിശദീകരിച്ചത്. ഇതിൻ്റെ 496-ാമത്തെ ഹദീസായിട്ട് വിവരിക്കൊണ്ട് ഞങ്ങൾ റായത്ത് ഞങ്ങൾ പത്തിര് ആക്കണുണ്ട്. എല്ലാവരും കൊണ്ട് റൊട്ടി പത്തിര്. ഈ റൊട്ടിയാക്കിയതിന് പല കാലത്തിലൊക്കെ ഈ അരിയാവിടേക്ക് അരിക്ക് മുന്നോളം അത് നെല്ലുണ്ടായിട്ടിരിക്കുന്നത്. ആ നെല്ല് അത് കണ്ടത്തിൽ കൃഷിയാക്കുക. അതിലെടുത്ത് വന്നിട്ട് അതിൽ കുത്തിയിട്ട് അതിൽ തോല് ബേരാക്കി അതിൽ പിന്നെ അതിൽ ചേരി തടുപ്പേണ്ടുള്ളൂ. ഇപ്പോഴത്തെ ആൾമാർ കൊണ്ടില്ല പല കാലത്തിൽ അരി അത് കിട്ടിയിട്ട് ഇങ്ങനെ ചേരിട്ടാകുമ്പോഴത്തേനോട് അരിപ്പറ പണ്ട് അതിൽ നൂക്ക അതിൽ പൊടിയല്ല വേസ്റ്റ്, ആ പൊടിയല്ല ഇന്നത് അതെല്ലാം ഒരു മൂല കൊണ്ടുവരും. ഇതൊക്കെ ഉപയോഗമാക്കി തടുപ്പേൻ ചെന്നിട്ട് നല്ല കാലത്ത് അരി ചേരുകയും ചൊല്ലും. പല കാലത്തിലൊക്കെ പുതിയ തലമുറക്ക് അത് കൊന്തിക്കാല. അപ്പോൾ ഇണ്ട് അങ്ങനെയല്ല ഉണ്ട്. ഇപ്പം അങ്ങാട്ട് അരി കുളന്ന് കലക്കിയിട്ട് അങ്ങനെ മേട്ടു. പക്ഷെ ഇത് അതൊക്കെയുള്ള എല്ലാ വ്യവസ്ഥ അങ്ങനെ ഉണ്ട്. പല കാലത്തിലൊക്കെ ഇങ്ങനെ ആയിട്ട് അരി റായത്തിലാക്കി കൃഷിയാക്കിയിട്ട് അങ്ങ് അതിനെ കുത്തിയിട്ട് അതിനെ ചേരിട്ട് അതിൽ നിന്നും അരി നൂക്ക ബേരാക്കി നൂക്കത്തെ എറിഞ്ഞിട്ട് അരിയെ കലക്കിയിട്ട് ചോറാക്കിയിരുന്നു. അപ്പൊ ഈ തടുപ്പേൻ ചൊല്ലത് അത് പല കാലത്തിൽ നിന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തടുപ്പേൻ ചൊല്ലതൊന്ന് കണ്ടിട്ടേ ഇക്കലാണ്. നങ്ങ ചെരിയേക്കുമ്പോഴത്തെ ഈ തടുപ്പേൻ ചൊല്ലുന്ന അങ്ങ് ചെരിയേക്കുമ്പോൾ കണ്ടതായിട്ട് 1400 വർഷத்துக்கு മുന്നത്തെ വിഷയമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തടുപ്പേൻ ചൊല്ലതൊന്നില്ല. പിന്നെ അങ്ങനെ നിങ്ങൾ ഗോതിരെ റൊട്ടിയാക്കി എന്നിട്ട് ആ സ്വഹാബാക്കൾ ചോദ്യം. അപ്പൊ ചൊല്ലാനെന്താ അതിൽ നിന്ന് ഞങ്ങൾ എന്താക്കട റൊട്ടി ഗോതിരെ ബാർലി എല്ലാം ഇതാക്കിയിട്ട് അതില് അങ്ങനെ ഇതാക്കിയ അതിന് ഞങ്ങൾ പൊടിയാക്കട ഊതിട്ടാകുമ്പത്ത് ഇങ്ങനെ ഊതിട്ടാകുമ്പത്ത് പാരിപ്പോണ്ട് നെതിരെ പറിച്ചിട്ട് റൊട്ടിയാക്കിയിട്ട് ഞങ്ങൾ തിന്നണം. അപ്പൊ ആഡംബര ജീവിതം ചെന്നിട്ടും സുഖജീവിതം ചെന്നിട്ടുണ്ടില്ല. എൻ്റെ അകത്ത് ഇപ്പൊ ഹദീസ് ചൊല്ല് വിഷയമായിട്ട് ഞാൻ ചോന്നോ എന്നേ അടുത്ത കാലത്ത് തടുപ്പേൻ ചൊല്ലതൊന്നും ഇല്ല. പിന്നെ അപ്പൊ എങ്ങനെ തിന്നേ റൊട്ടി ഗോതിരി എങ്ങനെ റൊട്ടിയാക്കിയെന്ന് അത് വിവരിക്കുന്നത് ഹദീസായിട്ട് നോക്കാം. وعن سهل بن سعد رضي الله عنه قال ما رأى رسول الله صلى الله عليه وسلم النقي من حين ابتعث الله تعالى حتى قبضه الله تعالى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഖിയുടെ നബി തങ്ങൾ കണ്ടിട്ടില്ല. നഖിയും ചെന്നെങ്കിൽ നല്ല പൊടി ഇത് പൊടിയാക്കിയിട്ട് ആ പൊടിയിൽ നിന്നും വെളുത്ത നല്ല പൊടി അതിൽ നിന്നും ആക്കിയ റൊട്ടി, ആ റൊട്ടി നിമിത്തങ്ങൾ കണ്ടിട്ടില്ല. മിൻ ഹീന ഇബ്തഅസഹുല്ലാഹു തആല അല്ലാഹു തആല നബിയാക്കിയിട്ട് ഞങ്ങളെ നബിയെ നബിയാക്കിയത് മുതൽ ഹത്താ ഖബലഹുല്ലാഹു തആല അല്ലാഹു നബിയെ ആ വഫാത്താക്കിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല മിനിസ്റ്റമുള്ള റൊട്ടി പത്തിറ്, നല്ല തെലുപ്പുടെ മെത്തന്റെ പത്തിറുണ്ട്, അതാണ് നഖിയ. അത് നബി തങ്ങൾ കണ്ടിട്ടില്ല. ഫഖീല ലഹു അപ്പോൾ ഒരു ചോദ്യം ആരൊട്ടിയെ ഈ ചൊല്ലിന്റെ സ്വഹാബിയുടെ സഹൽ റളിയല്ലാഹു അൻഹു ഹൽ കാന ലക്കും ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനാഖിലു. നബി തങ്ങളുടെ കാലത്ത് നിങ്ങൾക്ക് മനാഖിൽ എന്താ? മനാഖിൽ ചൊന്നെങ്കിൽ ഈ നജൊന്നല്ലേ ഒന്ന് പാട്ടെ തടുപ്പൻ ചൊല്ല് കാലത്ത് ഇങ്ങനെ ഒരു ഇത് എന്താ അത് പല കാലത്തൊക്കെ ഈ മരത്തിലെ ബള്ളിയ ബേറ ഇതുപോലത്തെ ആക്കിയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഇന്താണ്ട് മനാഖിൽ ഇന്താണ്ട് അരിച്ചേറവുള്ള തടുപ്പൻ. കാല അപ്പൊ മാ റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഖലൻ. നബി തങ്ങൾ ആ മുൻഖലിനെ കണ്ടിട്ടേ ഇല്ല, തടുപ്പനെ കണ്ടിട്ടേ ഇല്ല. മിൻ ഹീന അബ്തഅസഹുല്ലാഹു തആല ഹത്താ ഖബദഹുല്ലാഹു തആല നബി തങ്ങൾ അല്ലാഹു നബിയാക്കിയത് മുതൽ വഫാത്ത് അവിടെ എത്തുന്നു ആ തടുപ്പൻ ചൊല്ല വസ്തു അത് കണ്ടിട്ടില്ല. ഫഖീല ലഹു കൈഫ കുൻതും തഅകുലൂന ശഈറ. അപ്പോൾ ചോദ്യം അയലട്ടി ചോദ്യം, പിന്നെ അങ്ങനെ നിങ്ങൾ തിന്നറ് അശഈറ ബാർലിയുടെ ഗോതി ഉണ്ടല്ലേ, ഗോതിയിൽ നിന്നുള്ള ഒരു എണ്ണായിട്ടിക്കൽ ഇത് ബാർലി എന്നുള്ളത് ഗൈറ മൻഖൂലിൻ അതിൽ ചേറാൻട്ട് തിന്നമ്മ
മൻഹൂലില്ലാണ്ട് അത് ഈ തടുപ്പില്ലാണ്ട് ചേറാണ്ടി അങ്ങനെ തിണ്ടേന്ന് കാല അപ്പ ചെല്ല് കുന്നാനത്തു ഞങ്ങൾ അതിനെ പൊടിയാക്കട വനൻഫുഹു അതൊക്കെ ഊദ്ര ഫയതീറു മാ താറ അപ്പൊ അതിലെ പൊടിയല്ല ഉമ്മിയല്ല ഉണ്ടല്ലേ പാരിപ്പോണ്ട് ഒമാ ബക്കിയ തറയിനാഹു ഒലിഞ്ഞതൊക്കെ തന്നി ബീത്തി കുലച്ചിട്ട് ഞങ്ങൾ അതിൽ മാവാക്കിട അതിൽ പിന്നെ റൊട്ടിയ പിട്ട് റവാഹുൽ ബുഖാരി ഖൗലു അൻ നഖിയ ഇപ്പം ഈ ഹദീസിൽ നഖിയ എന്ന പദം കൊണ്ടുവന്നിട്ട് ഉഹ്വ ബി ഫത്ഹിൻ നൂനി വ കസ്രിൽ ഖാഫി നൂനുക്ക് ഫത്ഹ് കൊണ്ടും കാഫുക്ക് കസ്ർ കൊണ്ടും വ തസ്ദീദി യാക്ക് ശദ്ദ് കൊണ്ട് നഖിയ വഹുവൽ ഖുബ്സുൽ ഹവ്വാർ അത് ഹവ്വാറ ഖുബ്സ് എന്ന് വെളുത്തത് വഹുവ ദർമക്ക് എന്നെങ്കിൽ ഈ പിന്നെ വെളുത്ത റൊട്ടിയുടെ പൊടി അതിൽ നിന്നാക്കിയതുണ്ട് ഖൗലുഹു സറൈനാഹു ചെന്നല്ലേ ഉവബിത്തായിൻ മുസല്ല സാ കൊണ്ട് സുമ്മ റായിൻ മുഷദ്ദദ ഷദ്ദുള്ള റാ ഉണ്ട് സുമ്മ യായിൻ മുസന്ന പിന്നെ കീഴ്പുള്ളില യാ ഉണ്ട് മീൻ തഹ്തത് സുമ്മ നൂൺ പിന്നെ നൂണുണ്ട് ഈ ബലൽനാഹു വജന്നാഹു ഞങ്ങൾക്ക് തന്നി ബീത്തി നനക്കട അതിനെ ഞങ്ങൾ പിട്ടാക്കറാണ്ട് മാവ് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങാക്കുന്ന റൊട്ടിയുടെ ഒരവസ്ഥ അതാ ചെന്നത്. അപ്പം എന്തായിട്ടില്ല, വലിയ ദുനിയാവുടെ സുഖജീവിതം അനുഭവിച്ചാലല്ല, ദുനിയാവുടെ സുഖാൻ ചൊല്ലതല്ല എടുത്തത്, ആഖിറത്തുക്ക് വേണ്ടി മാത്രം ജീവിച്ചത്. ആ ജീവിക്കുമ്പോൾ ഇബാദത്തുക്ക് വേണ്ടി തക്ക അവിടെ എന്തുണ്ടോ അതിനെ കിട്ടിയത് തിൻ്റെത്. അവിടെ പിന്നെ അതിനെ ഇത് നല്ല ചേർന്നിട്ട് പൊടിയാക്കിയിട്ട് നല്ല റൊട്ടിയാക്കി, മെത്തത്തെ റൊട്ടി, പത്തിറ്, അതുപോലത്തെ ഇങ്ങനത്തെ ഇതൊന്നും തിണ്ടിട്ടില്ല, അത് കണ്ടിട്ട് പോലുമില്ല എന്നായിട്ട് മഹാനായ സഅൽ റളിയല്ലാഹു അൻഹു ചെന്നത്. അപ്പം അവിടുത്തെ ജീവിതം അങ്ങനെയായിട്ട് അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നാളെ ദുനിയാവും ആഖിറവും അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഖൈറുടെ അൽമാരിൽ അള്ളാഹു പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.